ഇന്ന് രാത്രിയില് സന്തോഷമുണ്ട്. ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. कितने लोग परमेश्वर के सन्निधान में आज आनंदित है, खुशी के साथ है? अपने हाथ उठाकर परमेश्वर को धन्यवाद दीजिए। ക്രിസ്തുവിൽ हालेलुया। ക്രിസ്തുവിൽ ഏറെ ബഹുമാനിക്കുന്ന വിലപ്പെട്ട കർത്തൃദാസൻ കുടുംബം ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. यहाँ पे आए हुए सारे भाई बहनों को और प्यार से मैं देखने वाला परमेश्वर के दास, उनके परिवार को, सबको परमेश्वर के नाम से मेरा जय मसीह की। ദൈവം നമ്മെ നടത്തുന്ന എല്ലാ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. परमेश्वर जिस तरह से हमें चला रहा है, उनके सारे कामों के लिए मैं परमेश्वर को धन्यवाद देना चाहूंगा। ദൈവം നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ഇടപെടും. और परमेश्वर हमारे साथ है और आज परमेश्वर आज रात को भी हमसे बातें करेगा। എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തിന്റെ വലിയ ഇടപെടൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ടാവും. कितने लोग विश्वास करते हैं, कितने लोग सोचते हैं कि आज परमेश्वर हमसे रात को बात करने वाले हैं। കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. परमेश्वर की आवाज सुनकर हम यहाँ तक पहुंचे। ദൈവ ശബ്ദമില്ലാതെ ഒരു വ്യക്തിക്ക് എനിക്കോ നിങ്ങൾക്കോ ഈ ഭൂമണ്ണിൽ ജീവിക്കാൻ സാധ്യമല്ല. परमेश्वर की आवाज के बिना हमको इस भूमि पर रह नहीं सकता है, जी नहीं सकता। ആമേൻ ആമേൻ. ദൈവത്തിന്റെ വലിയ പദ്ധതി ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവ ശബ്ദമാണ് ഇന്ന് രാത്രി വെളിപ്പെടാൻ. परमेश्वर की बड़ी चाहत और परमेश्वर की बड़ी इच्छा जो है वो हमारे ऊपर ना ना ये प्रचार दूसर के ऊपर कितने लोग विश्वास करते हैं कि परमेश्वर की आवाज के बिना, परमेश्वर की ध्वनि के बिना हम आगे नहीं जा पाएंगे। നോർത്ത് ഇന്ത്യ മിനിസ്ട്രിയെ പറ്റി കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. और ये जो नॉर्थ के जो सेवकाई है उसके बारे में सुनते हैं तो मुझे बहुत खुशी होती है। എന്റെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങൾ മുഴുവനും ഒരു നല്ലൊരു ശതമാനം, എന്റെ ശുശ്രൂഷയുടെ നല്ല ശതമാനം നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ കർത്താവിനെയും സഹായിച്ചിട്ടുണ്ട്. और मेरे सेवकाई के जो आरंभ के समय में और उत्तर भारत के लिए काम करने के लिए परमेश्वर ने मुझे भी सहायता किया। അനേക ഗാവുകൾ അനേക സ്ഥലങ്ങളിൽ പോയി കർത്താവിന്റെ സാക്ഷിയാവാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. और अनेक जगहों में जाकर, गांव में जाकर परमेश्वर के सुसमाचार बांटने के लिए भी परमेश्वर ने मुझे सहायता किया। ആമേൻ. അതുകൊണ്ട് ഹിന്ദി പാട്ട് ഒക്കെ കേൾക്കുന്നതന്നെ ഭയങ്കര സന്തോഷവും ആനന്ദമാണ്. और इसी तरह हिंदी के जो गीत है ये सुनना और गाना ये भी बहुत आनंद की बात है। ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കടന്നുവന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യും. इसलिए आज आए हुए सभी लोग को परमेश्वर आशीष करने पाए और उत्तर भारत के लिए परमेश्वर बहुत बड़ी योजना रखी है और वो भी पूरा होने पाए। ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന തന്റെ മക്കളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് വലിയ പ്ലാനുകളുണ്ട്. और इस दिनों में परमेश्वर से जो प्रार्थना करते हैं उनको परमेश्वर बाहर लाने के लिए परमेश्वर की बड़ी योजना है। വചനം പഠിച്ചപ്പോൾ മനസ്സിലാക്കണം, ആമേൻ, ഈ കാരാഗ്രഹത്തിൽ കടന്നവരാരും സാധാരണക്കാരായിട്ടല്ല പിന്നെ പുറത്തു വന്നേ, അവർ ഭയങ്കര തീഷ്ണതയുള്ളവരാണ് പുറത്തു വന്നിരിക്കുന്നത്। परमेश्वर के वचन पढ़ते हैं तो बंदी गृह में जो भी लोग थे वो जब बाहर निकले सरल आदमी या व्यक्ति जैसा बाहर नहीं निकले। वो പത്രോസ് കാരാഗ്രഹത്തിൽ പുറത്തു വന്നത് ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടവനാണ്। पत्रोस जब बंदी गृह से बाहर आए तो बहुत बड़े आशीष के साथ वो बाहर आए। യോസഫ് കാരാഗ്രഹത്തിൽ പുറത്തു വന്നത് ഭയങ്കര ദൈവസാന്നിധ്യമുള്ളവനാണ്। और यूसुफ जो है वो भी बंदी गृह से बाहर आए, बड़ी परमेश्वर के शक्ति के साथ बाहर आए। ആരൊക്കെ എന്തൊക്കെ വഴിയടച്ചാലും ദൈവം കണ്ടവനെ ഈ കാലഘട്ടത്തിൽ ദൈവം പുറത്തു കൊണ്ടുവരും। और जिन्होंने भी ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പദ്ധതി ഉള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ആരൊക്കെ തടഞ്ഞാലും എന്തൊക്കെ പ്രശ്നം വന്നാലും ദൈവത്തിന്റെ പദ്ധതിയുള്ളവൻ ഈ കാലഘട്ടത്തിൽ ദൈവം പുറത്തു കൊണ്ടുവരും। इसलिए आज रात को हमें भी ये प्रार्थना करना चाहिए कि परमेश्वर की इच्छा में जो लोग हैं, परमेश्वर के जो आई मीन इच्छा के अंदर जो भी लोग हैं परमेश्वर उन्हें बाहर ले आएगा। കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യും। जो बेतेल ग्रेस कलीसिया है इसके लिए मैं परमेश्वर को धन्यवाद देना चाहूंगा। വലിയ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകളെ ഓർത്ത് ഞാൻ കർത്താവിനെ और यहाँ पे होने वाले सभी सेवकाई के लिए भी परमेश्वर को मैं धन्यवाद देता हूँ। എനിക്ക് വളരെ സന്തോഷം പകർന്ന ഇന്ന് രാത്രിയിൽ എന്നോട് സംസാരിക്കാൻ പറഞ്ഞൊരു ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു। और आज भी खुशी के साथ परमेश्वर ने मुझे सौंपा गया उस वचन की ओर मैं जाना चाहूंगा। യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാം, 37-ാം അധ്യായം 1-ാം വാക്യം വായിക്കും।
एसेकिएल की जो पुस्तक है उसके 37 अध्याय उसका पहला वाक्य पढ़ेंगे। वाह, आमीन आमीन। ഹിന്ദിയിലെ മലയാളത്തിലുമായിട്ട് വായിച്ചു. कोई हिंदी में पढ़ सकते हैं उसको? तो तुम कॉलम एगो लेके आ जल्दी से। आज देख हम जो मंगे नहीं क्यों यहोवा नहीं। की शक्ति मुझ पर हुई और वह आमीन मुझ में अपना आत्मा समवा कर बाहर ले गया और मुझे तराई आमीन। के बीच खड़ा कर दिया। वह तराई आमीन। हड्डियों से भरी हुई थी। एक सुन सुन, यहोवा की शक्ति आ रही है। ആമേൻ. आगे മലയാളം का മലയാളം आमीन आमीन। यही 37 वचन दोपहर में മലയാളം. मुझे बोला गया और शाम को मेरे परमेश्वर माँ को धन्यवाद करते हैं कि प्रभु आपने आज परमेश्वर अपने दास के बाद कोई भी दिक्कत ना, कोई भी യഹസ്കേൽ യഹോവയുടെ കൈ 37 എന്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് यहोवा की शक्ति मुझ അസ്ഥികൾ पर കൊണ്ട് हुई നിറഞ്ഞിരുന്നു. और वह അവൻ मुझे എന്നെ अपने आत्मा അവയുടെ पर ഇടുപ്പിന്മേൽ बाहर ले ചുറ്റി गया ചുറ്റി और मुझे तराई നടക്കുമാറാക്കി. के बीच खड़ा അവ कर താഴ്വരയുടെ പരപ്പിൽ हड्डियों എത്രയും से भरी हुई അധികമായിരുന്നു. थी। അവ ഏറ്റവും ആ ഉണങ്ങി और വിടുന്നു. उसी को മതി മതി മതി. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ धन्यवाद സ്തുതിക്കുക. करते हैं। आशीष भरा हुआ इस समय के लिए मैं परमेश्वर को और एक बार धन्यवाद देना चाहूंगा। ദൈവജനം വായിക്കുന്ന യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. परमेश्वर का वचन कहता है कि परमेश्वर की हाथ मुझ पर आया യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. और परमेश्वर की आत्मा के साथ हाथ मुझे ले गया എന്നെ താഴ്വരയുടെ നടുവിൽ നിർത്തി. और मुझे तराई के बीचों बीच मुझे खड़ा किया। ഒന്നാം അധ്യായത്തെ 2-3 കാര്യങ്ങൾ ദൈവജനം നമ്മളെ महान പഠിപ്പിക്കുന്നുണ്ട്. परमेश्वर मैं प्रार्थना और करता इसके हूँ अपने पहले दास अध्याय के में द्वारा कुछ 2-3 मेरे चीजें नाम परमेश्वर को हमें लेकर सिखाता है। ആമേൻ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നപ്പോൾ യഹോവയുടെ ആത്മാവിൽ ഞാൻ പുറപ്പെട്ടു वचन को मैं താഴ്വരയുടെ रिसीव നടുവിൽ करता ദൈവം हूँ നിർത്തി. और उधर वो पहला 2 वाक्य में ऐसा बताता है कि परमेश्वर का हाथ मुझ पर आया, आत्मा में मुझे तराई के बीच में ले जाकर खड़ा किया। യഹസ്കേൽ പ്രവാചകൻ ശൂന്യതകളെ നോക്കി പ്രവചിക്കുന്ന പ്രവാചകനാണ്. जो एजेकिएल जो नबी है वो शून्यता को देखकर भविष्यवाणी करने वाला एक भविष्यवक्ता है। ഒത്തിരി പ്രവാചകന്മാരുടെ വചനം നമുക്ക് കാണാൻ സാധിക്കും. हम बहुत सारे भविष्यवक्ता को इस पवित्र वचन में देख सकते हैं। എന്നാൽ ചില ശൂന്യതകളെ അഴിക്കുന്ന ചില പ്രവാചകന്മാരെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യമാണ്. और लेकिन परमेश्वर को ऐसा शून्यता से बाहर निकालने वाले या फिर उसको उसमें काम करने वाले कुछ लोगों की जरूरत है। കർത്താവ് പറയുന്നത് നടക്കത്തില്ലെന്ന് പറഞ്ഞതിനെ നടപ്പിലാക്കാൻ കഴിവുള്ള കർത്താവിനെ നമ്മൾ ആരാധിക്കും. परमेश्वर ऐसे परमेश्वर की आराधना करता है जो हम कहते हैं कि या लोग कहते हैं कि ये नहीं होगा, असंभव चीज है, उसको संभव करने वाला परमेश्वर की आराधना हम करते हैं। ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുന്നു സാധ്യതകളെ നോക്കി അസാധ്യങ്ങളെ നോക്കി പ്രവചിക്കുന്ന ചില ശക്തരായ പ്രവാചകന്മാരുടെ യോഗത്തെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. असंभव चीजों को देखकर भविष्यवक्ता करना ये कि ये संभव होगा, ऐसे लोगों को परमेश्वर की जरूरत है। ദൈവാത്മാവ് ഈ രാത്രി പറയുന്നു ശൂന്യതകളെ നോക്കി പ്രവചിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഇതിന്റെ നടുവിൽ എഴുന്നേൽക്കാൻ പോവുകയാണ്. परमेश्वर मुझसे कहता है कि हमारे बीच में आज रात को ऐसे लोग हैं जो शून्यता को देखकर भविष्यवक्ता भविष्यवाणी देने वाले लोग हैं। आमीन പിശാച് आमीन പറയുന്നത് ഇത് आमीन അസാധ്യമാണ്. शैतान कहता है कि ये असंभव है മനുഷ്യൻ പറയുന്നത് നിന്നെ കൊണ്ടത് നടപ്പിലാക്കാൻ കഴിയത്തില്ല. और मनुष्य कहता है कि आपसे ये काम ना हो पाएगा। ए यार മുദ്ര വെച്ച് कलम दे दो അടച്ച ना, ചില വഴികളെ പോലും ദൈവത്തിന് कलम दे തുറക്കാൻ दो। സെക്കൻഡുകൾ മതിയെന്ന് കർത്താവ് ഇടപെടുകയാണ്. जो चीजों को बंद करके रखा है उसको काफी क्षणों में परमेश्वर उसे खोल सकता है। ബൈബിളിൽ ഒത്തിരി പ്രവാചകന്മാരുണ്ടായിട്ടും യഗസ്കേൽ പ്രവാചകൻ എന്ന് പറയുന്നത് ശൂന്യതകളെ നോക്കി വറുതികളെ നോക്കി ആമേൻ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനക്കാരനാണ് യഗസ്കേൽ പ്രവാചകൻ. पेंसिल एगो परमेश्वर दे के दे, वचन में पेंसिल बहुत सारे भविष्यवक्ता होने पेंसिल के दे दो, बावजूद भी ऐसा भविष्यवक्ता है एजेकिएल पेंसिल लेके जो कुछ भी नहीं है या फिर शून्यता में खड़े रहकर भविष्यवाणी देने वाला परमेश्वर के दास है। ദൈവാത്മാ പറയുന്ന ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് ചില അസാധ്യങ്ങളെ നോക്കി കർത്താവ് നിങ്ങൾ ഇടപെടുന്നു. ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉളവാകുന്ന രാത്രിയാണ്. और ऐसा परमेश्वर मुझसे कहता है कि आप लोगों में ऐसे लोग हैं जहाँ पे आपके जीवन में जो शून्यता है, जो आपके जीवन में कुछ है नहीं, वहां पर परमेश्वर कुछ करने के लिए कोशिश कर रहा है। आमीन എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പുതിയതായിട്ട് ചിലതൊക്കെ എനിക്ക് ഉളവാകാൻ പോകുകയാണ്. कितने लोग विश्वास करते हैं कि कुछ नया चीज मेरे लिए परमेश्वर करने जा रहा है। आमीन मैं പിശാച് विश्वास ഒതുക്കി വെച്ചതൊക്കെ ഈ ദിവസം റിലീസ് ആകാൻ പോകുകയാണ്. शैतान ने जो दबाकर या बांध कर रखा है उसको परमेश्वर खोलने जा रहा है।
കർത്താവ് ആമേൻ പറയുന്നു സ്വതം നിങ്ങളെ അടച്ചൊരു അധ്യായമല്ല, തുറക്കപ്പെട്ടൊരു അധ്യായമായിട്ട് നിങ്ങൾ പുറത്തു വരാൻ പോകുക. परमेश्वर कहता है कि आपको बांध कर या फिर बंद करके रखा हुआ एक कहानी नहीं, बल्कि आपको खुले जाने की एक कहानी आपके अंदर है। ആമേൻ യഗസ്കൽ ആമേൻ പ്രവാചകന്റെ പിതാവിന്റെ തൊഴിൽ എന്ന് പറയുന്നത് അത്തിപ്പഴം പറക്കിയിട്ട് അനേക ലേവ്യന്മാർക്ക് കൊണ്ടു കൊടുക്കുന്ന ചുമതലയായിരുന്നു. जो एसेकियल जो नबी है उसके जो पिताजी के जो काम है फल तोड़कर अनेक लोगों को खिलाने का ये काम हुआ करता था। വീട്ടിലുള്ളവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ആ ദേശത്തിലെ ലേവ്യന് കൊടുക്കുന്ന ഒരു അപ്പന്റെ മകനാണ് യഗസ്കേൽ. ये जो उनके जो पिताजी है जो अपने घरों को देने से ज्यादा जो लेवी जो परिवार है उनको अंजीर के फल तोड़कर देने के ये काम हुआ करता था। കർത്താവിന് വേണ്ടി ചുമല് കൊടുക്കുന്ന അപ്പന്റെ തലമുറകളെ മാനിക്കുന്ന ഒരു കാലഘട്ടമായി കാലഘട്ടം എന്ന് പറയും. जो पिता के जो काम करने वाले हैं, जो काम आगे ले जाने वाले हैं, उनके लिए आगे का रास्ता परमेश्वर खोलने जा रहा है। ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുന്നു, നിങ്ങളുടെ ശൂന്യതകൾ മാറി, നിങ്ങളുടെ ഇല്ലായ്മകൾ മാറി, ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി രാത്രി ഇടപെടുകയാണ്. परमेश्वर ऐसे कई लोगों को देखकर कहता है कि आपकी शून्यता को निकाल कर या फिर जो जो एब्सेंस को निकाल कर परमेश्वर कुछ नए काम आपके लिए करना चाहता है। കർത്താവ് ചിലർ ശക്തമായി ഇന്ന് രാത്രി ഇടപെടുന്നു. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളിൽ ആരംഭിക്കാൻ ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ട്. परमेश्वर ऐसे कहता है कि परमेश्वर की जो योजना है वो आप में आरंभ करना चाहता है। ആമേൻ ആമേൻ ആമേൻ. കർത്താവിന്റെ ദാസൻ ജോസ്പാസ്റ്ററുടെ പരിശുദ്ധാത്മാവ് ഇത് രാത്രിയില് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു. ബെഥേൽ ഗ്രേസ് ചർച്ച്, അതായത് അനുഗ്രഹമുണ്ട്, ഇതിനകത്ത് കൃപയുണ്ട്, ആമേൻ ഒക്കെയുണ്ട്. പക്ഷെ ഒരു കാലത്ത് ഇതിന് കാരാനായി ഇത് ഒരിക്കലും രക്ഷപ്പെടത്തില്ല. വഴിയടഞ്ഞ അധ്യായത്തിനകത്തൂടെ ദൈവം ആരംഭിച്ചതാണെങ്കിൽ ഒരു ശക്തിക്കും ഇതിന്റെ മുളയെ ഞുള്ളിക്കളയാൻ കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രിയിലെ കർത്താവ് ഇടപെടുകയാണ്. परमेश्वर के दास से ऐसा कहता है कि जो कलीसिया है जो परमेश्वर के द्वारा शुरू किया गया कलीसिया है, एक समय में हारान बेटा था, जा जो लोग अरे जा लोग था सोचते थे कि यहाँ पे कुछ नहीं होगा, लेकिन परमेश्वर की उसी के बीच में कार्य करने के बाद आपको खड़ा किया है। സൂര്യൻ അസ്തമിച്ച ഹാരാനിലെ ഒറ്റ सब രാത്രി കൊണ്ട് सब കർത്താവ് वचन मेरे ബഥേലാക്കി लिए മാറ്റി. है जो सूर्य भविष्यवक्ता जो अस्ताचल हो गया, वो जो हारान नामक जगह को परमेश्वर ने एक रात से सुबह में उसको भी बेदेल कह दिया। एचकेल का आया था 37 എങ്ങനെ अध्याय കാര്യങ്ങൾ यिर्मयाह മുന്നോട്ട് भविष्यवक्ता ഓടിക്കുമെന്ന് होने के लिए ചിന്തിച്ചെടുത്താണ് और കർത്താവ് भविष्यवाणी നിലനിർത്തിയിരിക്കുന്നത്. शून्य से कैसे भविष्यवाणी आगे करना काम को चलाएगा, ऐसा मरे हुए सोचने के व्यक्ति के जगह लिए में भविष्यवाणी परमेश्वर ने करेंगे और बड़ी जिंदा रीति हो से जाएंगे। खड़ा किया है। എന്നാൽ കർത്താവ് പറയുന്നു, ഹൃദയത്തിലെ ഈ हाँ ദിവസങ്ങളിൽ ദൈവത്തോട് ना നിലവിളിക്കുന്ന सुन देख ചില വിഷയത്തിനകത്ത് सुन ശക്തമായ सुन ചില सुन सुन आज പ്രവർത്തികളും तोरी लिए आत्मा ദൈവികമായ उतर ചില गया തീരുമാനങ്ങളും ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് കർത്താവിന്റെ ആത്മാവ് ഇടപെടുകയാണ്. लेकिन परमेश्वर कहता है कि आपके प्रार्थना, आपके जो इच्छा है, ये परमेश्वर के नाम के लिए परमेश्वर वो पूरा करने जा रहा है। ഇന്ന് രാത്രി आमेन എത്ര പേര് आमेन വിശ്വസിക്കുന്നുണ്ട് എന്റെ വിഷയത്തെ തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്? कितने लोग विश्वास करते हैं कि मेरा जो विषय है इसका निर्णय लेने वाला परमेश्वर है। आमेन എന്റെ आमेन വിഷയത്തെ ഞാൻ തീരുമാനിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ വിഷയത്തെ സ്വർഗം തീരുമാനിക്കാൻ പോകുകയാണ്. कि मेरे जो जरूरत है, मेरे जो विषय है, इसको मैं निर्णय लेने से अच्छा स्वर्ग के परमेश्वर उसके ऊपर निर्णय लेना ये अच्छा है। ദൈവകുഞ്ഞ്, നിങ്ങൾ സൈലന്റ് ആയിട്ടിരുന്നാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വേഗം പ്രവർത്തിക്കാൻ പോകുകയാണ്. आप परमेश्वर के सन्निधान में आप परमेश्वर को धन्यवाद देंगे या तो आपके धन्यवाद लिए परमेश्वर धन्यवाद बड़ा कार्य धन्यवाद करेगा। धन्यवाद വചനം धन्यवाद വ്യക്തമായിട്ട് धन्यवाद പറയുന്നത് धन्यवाद യഹോവയുടെ धन्यवाद കൈ എന്റെ മേൽ വന്നു. परमेश्वर के वचन में लिखा है कि परमेश्वर का हाथ मेरे ऊपर आया। आमेन 36 അധ്യായം വായിക്കാൻ കാണാൻ സാധിക്കുന്നു. അവൻ ഒരു പർവ്വതത്തിന്റെ മുകളിൽ പോയത് പ്രാർത്ഥിക്കുക. 36 अध्याय में हम देख सकते हैं कि वो पर्वत के ऊपर जाकर प्रार्थना करता है। 37 അധ്യായത്തിൽ അവനെ ദൈവം താഴ്വരയ്ക്കകത്തോട്ട് ഇറക്കുക. और 37 अध्याय में हम देख सकते हैं उसको तराइयों के बीच में भेजा जा रहा है। എന്ന് കർത്താവ് പറയുന്നു, യഹോവയുടെ കൈ വന്നപ്പോൾ അടുത്ത പുറപ്പാടിന് അവൻ തയ്യാറായി. वहां पे हम देख सकते हैं कि परमेश्वर के हाथ उनके ऊपर आया तो वो वहां पे या फिर उनके जगह से वो चल निकले। എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്റെ മേൽ ഇന്ന് രാത്രി യഹോവയുടെ കരം വന്നാൽ നാളെ ഞാൻ പുറപ്പെടേണ്ട വിധത്തിൽ അടയപ്പെട്ടതിനെ തുറന്ന് ചില പുറപ്പാടിലേക്ക് എന്നെയും എന്റെ സന്തതികളെയും ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിനെ നന്ദി പറഞ്ഞാണ്. कितने लोग विश्वास करते हैं कि आज रात को यदि परमेश्वर का हाथ मुझ में और मेरे परिवार में आता है तो कल ही बिना समय निकाले कल ही मैं परमेश्वर के लिए अपने दौड़ या फिर अपने रास्ते को मैं चल निकलूंगा।
ആമേൻ. രക്ഷപ്പെടത്തിൽ എന്ന് പറഞ്ഞ് എടുത്ത് നിന്റെ തലമുറ രക്ഷപ്പെടാൻ കാലഘട്ടം വഴികൾ തുറന്നു കൊടുക്കാൻ പോകുകയാണ്. और जहाँ पे आप सोचे कि आपके जो पीढ़ी है उनको आशीष नहीं होगा, वहां पे परमेश्वर रास्ता खोलकर आपको आशीष देने जा रहा है। ആമേൻ. ദൈവാത്മ പറയുന്ന ചില പുറപ്പാടിന് തയ്യാറുള്ളവർ പ്രാർത്ഥിക്കുക, യഹോവയുടെ കരം നിങ്ങളുടെ മേൽ വരാൻ പോവാ. परमेश्वर ऐसा कहता है कि अगर आप चाहते हैं कि आप एक रास्ते के लिए या फिर आप एक नए चीज के लिए आप चल निकलना चाहते हैं, तो आप प्रार्थना कीजिए, परमेश्वर आपको निकालना चाह रहा है। ആമേ. നിങ്ങളുടെ മുമ്പിനകത്ത് അടഞ്ഞു കിടക്കുന്ന വിഷയത്തിനകത്ത് കർത്താവ് പറയുന്നു, നിങ്ങളിൽ ഒരു പുറപ്പാട് സംഭവിക്കാൻ പോകുക. आप जो कमरे में बंद है और आप सोचते हैं कि यहाँ से मैं कैसे चल निकले, लेकिन परमेश्वर आज रात आपसे कहता है कि आपके लिए एक बड़ी योजना और एक बड़ी यात्रा है। യഹോവയുടെ കൈ എന്റെ മേൽ ഉണ്ടെന്ന് ഉറപ്പുള്ളവർ കർത്താവിന്റെ സ്തോത്രം ചെയ്തു. परमेश्वर का हाथ हमारे ऊपर या मेरे ऊपर है, ऐसा कितने लोग विश्वास करते हैं? अपने हाथ उठाकर परमेश्वर का धन्यवाद दीजिए। മറ്റുള്ളവരെ കർത്താവ് തൊട്ടു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് എന്നെ കർത്താവ് തൊട്ടെന്ന് അനുഭവമുള്ള ദൈവത്തിന് നന്ദി പറഞ്ഞാൽ. दूसरों को परमेश्वर ने छुआ या हाथ लगाया, उससे अधिक परमेश्वर ने मुझे छुआ, परमेश्वर ने मुझे हाथ लगाया, ऐसा विश्वास करने वाले लोग परमेश्वर को धन्यवाद कीजिए। എന്റെ കുടുംബക്കാരെ മുഴുവനും തൊട്ടു എന്ന് പറയുന്നതിനല്ല ശരി, എന്നെ കർത്താവ് തൊട്ടത് കൊണ്ടാണ് ഞാൻ ഇത് കൃപയാൽ നിൽക്കുന്നത്. मेरे परिवार के लोगों को परमेश्वर ने छुआ या फिर हाथ लगाया। दास के डायरेक्टली मुझे बोल, डायरेक्टली बोल परमेश्वर की तुझे भविष्यवाणी दास के द्वारा बोल परमेश्वर। आमीन आमीन। बोल परमेश्वर। Hallelujah, 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 hallelujah. I am this one. Amen, amen, amen. Amen. Amen, 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 amen. और विश्वास खुलकर परमेश्वर और रिक्वेस्ट। आमीन 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 परमेश्वर। और बोलो प्रभु, और अपने वरदान को उड़ेल परमेश्वर। और खोलो और बताओ पवित्र आत्मा, और बताओ परमेश्वर, बता मुझे। और खुले परमेश्वर पवित्र आत्मा। आमीन आमीन आमीन। आमीन आमीन आमीन।
आमीन 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 आमीन। आमीन परमेश्वर पवित्र आत्मा, ओ धन्यवाद 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 परमेश्वर, धन्यवाद धन्य धन्यवाद धन्यवाद। आमीन आमीन। थैंक यू जीसस। धन्यवाद 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 धन्यवाद। यस। आमीन 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 आमीन। प्रभु अपनी रोज आत्मा। आमीन। थैंक यू जीसस। आमीन 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 आमीन। थैंक यू जीसस, थैंक यू जीसस। आमीन आमीन आमीन। थैंक यू। Oh, thank you. Yes. Amen, amen, amen. Thank you, Jesus. यीशु के नाम में हालेलुया। मेरे साथ कौन सा और पवित्र आत्मा, और पवित्र आत्मा, और बोले, और बोले। आमेन। थैंक यू जीसस। परमेश्वर और भी परमेश्वर, और भी पवित्र आत्मा, और भी पवित्र आत्मा, बोलो और बोलो पवित्र आत्मा। हर एक मार्ग खोल दीजिए। आमीन हालेलुया। यीशु। हालेलुया हाले खूब भविष्यवाणी दबा के बोले एकदम, ये लो शक्ति आ रहा है मेरे लिए। ये लो वो तुमको यात्रा बहुत दूर लेके जा रहे हैं, परमेश्वर हमको विदेश लेके जा रहा है। पूरा नाम लेके रजनीश पास्टर जोन जोन हमारे दर्शन में जोन लिखत रहनी है, जोन बात बोले, ये लो बहुत बड़ी शक्ति आपके ऊपर उतर रही है। एकदम मजा आ गया। एकदम एकदम एक हम रिकॉर्डिंग कर लेंगे, एक भविष्यवाणी पे।